നമസ്കാരം. അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയ്ക്കിടെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഭീഷണി പരാമർശത്തിന് ശക്തമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയ്ക്ക് സംസ്കാരമോ ചരിത്രമോ അന്തസ്സോ ഇല്ല എന്ന് അർമേനിയയിലെ ഇറാൻ എംബസി ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. വ്യക്തികളെ കൊല്ലാം, എന്നാൽ ആദർശങ്ങളെ തകർക്കാൻ സാധിക്കില്ലെന്നും ഇറാൻ ഈ സന്ദേശത്തിലൂടെ താക്കീത് നൽകുന്നു. നിങ്ങൾ ആയത്തുള്ള അലി ഖമേനിയെ കൊന്നു, പക്ഷേ നിങ്ങൾ തകർത്തത് ഒരു സുഗന്ധദ്രവ്യ കുപ്പിയാണ്. അതിന്റെ സുഗന്ധം ഇപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഇക്കാര്യമാണ് ഇറാൻ വ്യക്തമാക്കിയത്. അമേരിക്കയ്ക്ക് സംസ്കാരമോ ചരിത്രമോ അന്തസ്സോ ഇല്ല എന്നത് അതുകൊണ്ടാണ് ട്രംപിന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകാത്തതെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നു. അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഒത്തുകൂടിയ ഇറാന്റെ ഉന്നത നേതൃത്വത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും എന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. അവരെ എല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട് നമുക്ക് അവരെ എല്ലാവരെയും ഇല്ലാതാക്കാം. ഇതായിരുന്നു അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപിന്റെ നിർദ്ദേശം. അതായത് ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയതിലും ട്രംപ് അത്ഭുതം പ്രകടിപ്പിച്ചു. ജനങ്ങൾ ഖമേനിയെ വെറുക്കുന്നു എന്നാണ് താൻ കരുതിയതെന്നും അതിനാൽ അവിടെ കണ്ട വിലാപം വെറും വ്യാജ കണ്ണുനീറായിരിക്കാം എന്നായിരുന്നു ട്രംപിന്റെ വക പരിഹാസം. ഇത്രയും വലിയൊരു അവസരം ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നതിനും ട്രംപ് മറുപടി നൽകി. നേതൃത്വത്തെ മുഴുവൻ ഇല്ലാതാക്കിയാൽ പിന്നീട് ചർച്ചകൾ നടത്താൻ ഇറാനിൽ ആരും അവശേഷിക്കില്ല എന്നതുകൊണ്ടാണ് തങ്ങൾ അതിന് മുതിരാത്തതെന്നാണ് ട്രംപിന്റെ വക വ്യക്തമാക്കൽ, അല്ലെങ്കിൽ ന്യായീകരണം. ഇറാന്റെ ഈ പ്രതികരണം അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജതബ ഖമേനി പങ്കെടുത്തിരുന്നില്ല. അതായത് സുരക്ഷാ കാരണങ്ങളെ കൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മറ്റു മക്കളായ മുസ്തഫ, മെയ്സം, മസൂദ് എന്നിവർ പങ്കെടുത്തിരുന്നു. ഇവർക്കൊപ്പം മറ്റ് 4 കുടുംബാംഗങ്ങളും ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. അലി ഖമേനിയുടെ മരണത്തെ തുടർന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സംസ്കാര ചടങ്ങുകളാണ് ഇറാനിൽ നടക്കുന്നത്. മൃതദേഹങ്ങൾ അയൽ രാജ്യമായ ഇറാഖിലെ ഷിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും കൊണ്ടുപോകും. ഖമേനിയുടെ മകൾ, മരുമകൾ, 14 മാസം പ്രായമുള്ള കൊച്ചുമകൾ എന്നിവരുടെ മൃതദേഹങ്ങളും അദ്ദേഹത്തിനൊപ്പം വെച്ചിരുന്നു. പ്രാർത്ഥനയ്ക്കിടെ മകൻ മസൂദ് ഖമേനി വിതുമ്പുന്നതും പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ വിപ്ലവ ആശയങ്ങളുടെ പ്രതീകമായ ഖഫിയ ഉപയോഗിച്ച് കണ്ണുനീർ തുടയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതേസമയം പിതാവിനെ കൊലപ്പെടുത്തിയ ആക്രമണത്തിൽ മുജതബ ഖമേനിക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. മുസ്തഫയുടെ മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റതായും കാലുകൾക്ക് സാരമായ പരുക്കുണ്ട് എന്നും അദ്ദേഹത്തോടുള്ള അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. എന്തായാലും ഞായറാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മൊസല്ലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമ ഉപചാരം അർപ്പിക്കാനെത്തിയത്. തിങ്കളാഴ്ച ടെഹ്റാനിൽ നടക്കുന്ന വൻ റാലിക്ക് ശേഷം ചൊവ്വാഴ്ച മൃതദേഹം ഷിയ മത പഠന കേന്ദ്രമായ ഹൂമിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ബുധനാഴ്ച ഇറാഖിലെ നജാഫ്, കർബല എന്നീ പുണ്യ നഗരങ്ങളിൽ ചടങ്ങുകൾ നടക്കും. വ്യാഴാഴ്ച ഇറാനിൽ തിരിച്ചെത്തിച്ച് മഷ്ഹദിലെ ഖമേനിയുടെ മൃതദേഹം ഖബറടക്കും.